ഹായ് ഓൾ, എല്ലാവർക്കും സുഖം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ബിപ്പീസ് ഹൗസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളുടെ ആതിരപ്പള്ളിയിലെ ടൂറിൻ്റെ വിശേഷങ്ങളുമായിട്ടായിരുന്നു ഞാൻ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ എത്തിയിരുന്നത്. എനിക്കൊന്ന് ഒരു 3-4 വീഡിയോകളിൽ. അപ്പോൾ ഞങ്ങൾ തൃശ്ശൂർ എത്തിയതും തൃശ്ശൂരിൽ നിന്ന് ആതിരപ്പള്ളിയിലേക്ക് പോയതും പിന്നെ ആതിരപ്പള്ളിയിൽ ചെന്നിട്ട് അവിടെ സ്റ്റേ ചെയ്ത വിശേഷങ്ങളും പിന്നെ ഞങ്ങൾ കറങ്ങാൻ പോയ സ്ഥലങ്ങളുടെ വിശേഷങ്ങളും എല്ലാം ആയിട്ടുള്ള വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട്. കാണാത്തവരൊക്കെ ഒന്ന് എൻ്റെ ചാനലിൽ കയറി കാണണം കേട്ടോ. ആ ഭാഗത്തേക്ക് കറങ്ങാൻ പോകുന്ന ആൾക്കാർക്കൊക്കെ ഉപകാരപ്പെടുന്ന വീഡിയോസാണ് അത് എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഈ ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ ഇങ്ങനെ ടൂറിന് പോകാനൊക്കെ ഇപ്പോഴൊക്കെ എല്ലാവരും തന്നെ ടൂറിന് പോകാൻ താല്പര്യപ്പെടുന്ന ആൾക്കാരാണല്ലോ. ഫ്രണ്ട്സായിട്ടും ഫാമിലി ആയിട്ടും ഒറ്റയ്ക്ക് പോകുന്നവരും ഒക്കെയുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും കാണുക. അപ്പോൾ ഞങ്ങൾ എന്തായാലും 3-ാമത്തെ ദിവസം ആതിരപ്പള്ളിയിൽ നിന്ന് തിരിച്ച് തൃശ്ശൂർക്ക് പോകുന്ന വഴിയാണ് കണ്ടത്. അപ്പോൾ തൃശ്ശൂർ ടൗണിലെത്തി. ഞങ്ങൾ അങ്ങനെ അധികമൊന്നും കറങ്ങാൻ പോയില്ല. ഞങ്ങൾ നേരെ കയറിയത് എലൈറ്റ് മാളിലേക്കാണ്. അത് പുതിയൊരു മാളാണെന്ന് ഞങ്ങളോട് പറഞ്ഞത് അവർ. ഇത് ഓപ്പൺ ആക്കിയിട്ട് അധികം നാളൊന്നും ആയിട്ടില്ല എന്ന് പോലും. അപ്പം ഞങ്ങളിങ്ങനെ മാളിൽ അങ്ങനെ ഞങ്ങൾക്ക് ഷോപ്പുകളിൽ കൂടെ അങ്ങനെ കയറേണ്ട ആവശ്യമൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങളധികം അങ്ങനെ ഷോപ്പുകളിൽ അങ്ങനെ കയറിയിട്ടൊന്നുമില്ല. ഞങ്ങൾ നേരെ പോകുന്നത് പ്ലേ ഏരിയയിലേക്കാണ്. കുട്ടികൾക്കൊക്കെ ഒന്ന് എൻജോയ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട്. കണ്ടില്ല 2 പെൺപിള്ളേരിരുന്ന് പല്ല് തേച്ചുകൊണ്ടിരിക്കുന്നത്. സ്വന്തമായിട്ട് പല്ല് തേച്ച് വൃത്തിയാക്കിയില്ലെങ്കിലും ദാണ്ട് ഇങ്ങനെയുള്ള ഗെയിംസ് കളിക്കാൻ നേരത്ത് ഭയങ്കര ഉഷാറാണ് 2 പെൺപിള്ളേർക്കും പല്ല് തേക്കാനായിട്ട് കേട്ടോ. കൂട്ടത്തിൽ എൻ്റെ കൂട്ടുകാരി ശ്രീജി ആണെങ്കിൽ അവരെ നല്ല ഉഷാറാക്കി വിടുന്നുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും പല്ല് തേച്ച് കിട്ടിയ ഗിഫ്റ്റുമായിട്ട് 2 പേരും ദാണ്ട് അതും പൊക്കി പിടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്, അവർക്ക് കിട്ടിയ സ്റ്റിക്കേഴ്സുമായിട്ട്. അടുത്തതാണ്ട് ആൺപിള്ളേരും 2 ആണുങ്ങളും ഒക്കെ കൂടെ കയറിയിട്ടുണ്ട്. വലിയ മനസ്സുകൾ കുട്ടി മനസ്സായി പോകുന്ന ഒരു നിമിഷം. ഈ പ്ലേ ഏരിയയിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ കുട്ടികൾക്ക് മാത്രമേ എൻജോയ് ചെയ്യാൻ പാടുള്ളൂ എന്നൊന്നും ഇല്ലല്ലോ. എന്തായാലും മുതിർന്നവർക്കും കൂടെ കളിക്കാമല്ലോ. അപ്പം നമുക്ക് പറ്റിയ ഗെയിംസൊക്കെ നമ്മളും കളിക്കുക. നമുക്ക് പ്രായം എത്രയായാലും കുട്ടികളുടെ കൂട്ടത്തിൽ കൂടുകയും അവരുടെ ചെറിയ പ്രായത്തിലുള്ളവരുടെ കൂട്ടത്തിൽ കൂടുക, അവരുടെയൊക്കെ കൂട്ടത്തിൽ കളിക്കുക, സംസാരിക്കുക, ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സും ചെറുപ്പമാവൂലേ. അത് നമ്മുടെ ശരീരത്തിനും മനസ്സിനും നല്ലതാണല്ലോ. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾക്ക് പറ്റാവുന്ന കാര്യങ്ങളൊക്കെ ഈ കുട്ടികളുടെ കൂട്ടത്തിൽ ചെറിയ പ്രായത്തിലുള്ളവരുടെയൊക്കെ കൂട്ടത്തിൽ ചെയ്യാൻ പറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരെ നല്ല കാര്യമാണ്. ഈയിടെ എൻ്റെ ഒരു കൂട്ടുകാരി പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. അവളുടെ ഫോട്ടോ ഞാൻ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ അവളോട് ചോദിച്ചു, നീ പ്രായം കൂടുന്തോറും ചെറുപ്പമായിട്ട് വരികയാണോ എന്ന്. അപ്പോൾ അവൾ പറഞ്ഞു, ഞാൻ ഡാൻസ് പഠിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ എൻ്റെ കൂടെ പഠിക്കുന്ന കുട്ടികളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 10ാം ക്ലാസ്സിന് ശേഷമുള്ള കുട്ടികൾ, ഒരു 15 വയസ്സിന് ശേഷം പിന്നെ ഒരു കോളേജിൽ ഒക്കെ പഠിക്കുന്ന കുട്ടികളൊക്കെയാണ് എൻ്റെ കൂടെ ഡാൻസ് കളിക്കുന്നവർ. അപ്പോൾ അവരുടെ കൂട്ടത്തിൽ കൂടി അവരുടെ കൂട്ടത്തിൽ സംസാരിച്ച് ഞാനിപ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ ആ ഒരു പ്രായത്തിലേക്ക് എൻ്റെ മനസ്സ് പോയിരിക്കുകയാണെന്ന്. നല്ല കാര്യം തന്നെയല്ലേ. നമുക്ക് പ്രായം കൂടുന്തോറും മനസ്സ് ചെറുപ്പമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയോ നല്ല കാര്യമാണ്. നിങ്ങളുടെ അഭിപ്രായം എന്താ? ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കണേ. എൻ്റെ മോനാണെങ്കിൽ എയ്റോപ്ലെയിനെ കയറിയിരിപ്പുണ്ട്. ഞാനും ഓർത്തത് ഇവന് എയ്റോപ്ലെയിനെ കയറിയിരിക്കുമ്പം അവൻ സന്തോഷം കൊണ്ട് പൊട്ടിച്ചിരിക്കുന്നതാണ്. പക്ഷേ അങ്ങനെയൊന്നും അല്ലായിരുന്നു കേട്ടോ. അവൻ ആ എയ്റോപ്ലെയിനിൽ കയറിയിരിക്കുമ്പോഴേക്കും ഞാൻ വലിയൊരു ഫ്ലൈറ്റ് പറത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഏതോ വേറൊരു രാജ്യത്തിലേക്ക് പോവുകയാണ്, ഞാനിത് ഇവിടുത്തെ പൈലറ്റാണെന്നുള്ള രീതിയിലാണ്. അവൻ അത്രയ്ക്ക് ഭയങ്കര ഇതായിട്ടാണ് അവൻ ഈ ഫ്ലൈറ്റ് ഓടിക്കാൻ ശ്രമിക്കുന്നത്. അങ്ങനെ ഓരോരുത്തരും ഓടി ഓടി നടന്ന് അവനവന് പറ്റുന്ന ഗെയിംസ് ഏതാണെന്നൊക്കെ കണ്ടുപിടിച്ച് കളിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയ്ക്കാണ് 2 പേര് വന്നിട്ട് അവർക്ക് അതാണ്ട് ഈ ഒരു റൈഡിൽ കയറണം എന്ന് പറഞ്ഞത്. അപ്പം അവരെ അതിൽ കയറ്റി. എനിക്കിത് കണ്ടപ്പോഴേ അയ്യോ ഭയങ്കര പേടിയാണ് കേട്ടോ. എനിക്കിത് കാണുമ്പോഴുണ്ടല്ലോ എൻ്റെ ദൈവമേ ഇതങ്ങനെ താഴെ ചാടുമോ എന്നുള്ളൊരു പേടിയാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ലായിരുന്നോ ഈ ഫ്ലൈറ്റ്, ഷിപ്പ്, അങ്ങനത്തെ സംഭവങ്ങൾ, അതുപോലെ ഈ റൈഡ്സ് ഇങ്ങനെയൊക്കെ കയറുന്നതൊക്കെ ഭയങ്കര പേടിയുള്ള ഒരാളാണ് ഞാനെന്ന്. പക്ഷേ ഈ കുട്ടികൾ കണ്ട് ഇതിൽ കയറി ഇരുന്നിട്ട് കാണിക്കുന്നുണ്ടോ, അവർക്കങ്ങ് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. പക്ഷേ താഴെ നിന്ന് ഇത് കാണുന്ന എനിക്ക് എൻ്റെ പേടിയുണ്ടല്ലോ ഒന്നും പറയണ്ട കേട്ടോ. ഈ സമയത്ത് പെൺപിള്ളേർ 2 പേരും കൂടെ വേറെ ഗെയിംസ് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നേ. അപ്പോൾ ആ ഗെയിം കഴിഞ്ഞ് അവരിങ്ങ് വന്നപ്പോഴാണ് അതാണ്ട് ഈ ഒരു റൈഡ് കണ്ടത്. അപ്പോഴേക്കും ആൺപിള്ളേർ 2 പേരും ഇതിൽ കയറിയിട്ടുണ്ടായിരുന്നല്ലോ. അവരുടെ റൈഡ്സ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമായിരുന്നല്ലോ. അപ്പോൾ ഇവർ പറഞ്ഞു ഇവർക്കും കയറണമെന്ന്. എന്തായാലും ആൺപിള്ളേർ 2 പേരും ഇറങ്ങണ സമയമായപ്പോഴേക്കും അവരെ ഇറക്കിയിട്ട് പിന്നെ ഇവരെ കയറ്റി. അങ്ങനെ ഇവർ 2 പേരും ഇതേൽ കറങ്ങണ നേരത്ത് എൻ്റെ കൂട്ടുകാരി അശ്വതി ഓടിപ്പോയി ഒരു വണ്ടിയിൽ കയറിയിരിപ്പുണ്ട്. എനിക്ക്
റിയൽ ആയിട്ടുള്ള കാർ ഓടിക്കാൻ പറ്റിയില്ലെങ്കിലും ഇങ്ങനെയെങ്കിലും എനിക്കൊരു കാർ ഓടിക്കണമെന്ന്. അശ്വതി കയറിയിരുന്ന് വണ്ടി ഓടിക്കാൻ തുടങ്ങുമ്പോഴേക്കും കെട്ടിയോന് താണ്ടേ ഭയങ്കര ടെൻഷനായി. എൻ്റെ ഭാര്യ ഏത് കാട്ടിലേക്ക് കൊണ്ടെത്തിക്കുമോ എന്നുള്ള ഒരു ടെൻഷനാണ് കേട്ടോ. കൂടെ തന്നെ നിൽപ്പുണ്ട് ആൾ. അങ്ങനെ അശ്വതി വണ്ടി ഓടിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും ഒന്നും പറയണ്ട, കയറ്റാൻ പറ്റാവുന്ന സ്ഥലങ്ങളിൽ കൂടെ മുഴുവൻ കയറ്റി ഇടിച്ച് തകർക്കാൻ പറ്റാവുന്നത് മുഴുവൻ ഇടിച്ച് തകർത്ത് വണ്ടി ഒരു പരുവാക്കി എടുക്കുന്നുണ്ട്. അപ്പോഴേക്കും ദാണ്ട് ബിനീഷിനെ ടെൻഷനാക്കി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. എവിടെയൊക്കെയാ വണ്ടി കൊണ്ടുപോയി ഇടിക്കണേന്ന് ചോദിച്ചു. നിനക്ക് ഞാൻ എങ്ങനെയാണ് ഇനി ഒരു റിയൽ കാർ മേടിച്ച് തരുന്നതെന്ന് ചോദിച്ചു. അപ്പോഴേക്കും ദാണ്ട് നമ്മുടെ കുട്ടികൾ അടുത്തതേണ്ട റൈഡേ കയറിയിട്ട് കറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇത് എനിക്ക് പേടിയുള്ള വേറെ ഒരു സംഭവം. ഞാൻ ഇങ്ങനത്തെ സംഭവത്തിൽ കയറിയിട്ടുണ്ട്, പക്ഷേ കിടന്ന് കാറിയിട്ടുമുണ്ട് കേട്ടോ. ഈ കുട്ടികളിങ്ങനെ കുഴപ്പമൊന്നുമില്ലാതെ ചിരിച്ച് നമ്മുടെ മുഖം കണ്ടു കഴിയുമ്പോൾ ഹായ് ടാറ്റ ബൈ ബൈ എന്നൊക്കെ പറയുമ്പം എനിക്കൊരു അതിശയം കേട്ടോ. എന്തായാലും ഞാനിതൊക്കെ കണ്ട് ആസ്വദിച്ച വീഡിയോ ഒക്കെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്നേരമാണ് അവിടെ നിന്നപ്പം ചുമ്മാ ഒന്ന് ചുറ്റിനും കണ്ണോടിച്ചത്. ഇത് താഴത്തെ ഫ്ലോറിൽ കിടക്കുന്ന ഒരു വണ്ടിയാണ്. എന്തായാലും ഞങ്ങൾ നമ്മുടെ കുട്ടികളൊന്നും അങ്ങോട്ടൊന്നും കയറാൻ പോയില്ല. അപ്പോൾ അവിടെ നിന്നൊന്ന് വട്ടം കറങ്ങിയപ്പം കാണുന്ന മാളിൻ്റെ കാഴ്ചയാണ് ഇതൊക്കെ കേട്ടോ. ഷോപ്പുകളും പിന്നെന്താണ് ഫുഡ് കോർട്ടും സംഭവങ്ങളൊക്കെ. ഞങ്ങൾക്ക് സമയം പോകുന്നത് കൊണ്ട് തന്നെ ഞങ്ങൾ അങ്ങോട്ടൊന്നും കയറാനൊന്നും പോയില്ല കേട്ടോ. അന്ന് രാത്രിക്ക് ഞങ്ങൾക്ക് തിരിച്ച് പോരേണ്ടതാണ്. തിരിച്ച് ട്രെയിന് അന്ന് രാത്രിക്ക് തന്നെയായിരുന്നേ. അപ്പോൾ എല്ലാവരും കൂടെ കൂട്ടുകാരുടെ വീട്ടിൽ ചെന്ന് ഒന്ന് ഫ്രഷൊക്കെ ആയിട്ട് പിന്നെ വേണം സ്റ്റേഷനിലേക്കൊക്കെ പോകാൻ വേണ്ടി. അവസരം സമയമുണ്ടെന്നാലും അബദ്ധവശാലൊന്നും നമുക്ക് സമയം പോകാൻ പാടില്ലല്ലോ. അപ്പോൾ എന്തായാലും ഞങ്ങൾ അവിടുത്തെ റൈഡ്സിലൊക്കെ കയറി തിരിച്ചിരിക്കുകയാണ്. തിരിച്ച് അവരുടെ വീടെത്തണതിന് മുമ്പ് തന്നെ ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് ഞങ്ങൾ ചായയൊക്കെ കുടിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ.